എതിരാളിയെ നിഷ്പ്രഭമാക്കാൻ ആയുധങ്ങൾ എന്തിന്? ചൂണ്ടുവിരലും നടുവിരലും പിണച്ചുവെച്ച് മർമ്മമറിഞ്ഞൊരു കുത്ത്, അത്രമാത്രം. 28 വർഷങ്ങൾക്ക് മുമ്പ് തിയേറ്ററുകളെ ത്രസിപ്പിച്ച സ്വതന്ത്ര സമര നായകൻ സേനാപതി വീണ്ടും പ്രേക്ഷകരെ ആവേശം കൊള്ളിക്കാനെത്തുന്നു. ഇന്ത്യൻ 2. സേനാപതിയുടെ രണ്ടാം വരവ് കാണാൻ പ്രേക്ഷകർ ആവേശത്തോടെ കാത്തിരിക്കുന്നതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയായിരിക്കും? 1996 എത്തിയ ചിത്രത്തിൻ്റെ രണ്ടാം ഭാഗത്തിനായി പ്രേക്ഷകർ ഇങ്ങനെ കാത്തിരിക്കാൻ കാരണങ്ങൾ ഏറെയാണ്. അതിലാദ്യത്തേത് കമൽഹാസൻ എന്ന പേര് തന്നെയാണ്. കാരണം ഒന്നാം ഭാഗം അങ്ങനെ ഒരു ഹിറ്റായിരുന്നു. കമൽ ഇരട്ട വേഷത്തിലെത്തിയ ചിത്രത്തിലൂടെ സംസ്ഥാന ദേശീയ പുരസ്കാരങ്ങളും അദ്ദേഹത്തെ തേടിയെത്തി. ഇന്ത്യൻ താത്ത എന്ന കഥാപാത്രത്തിന് ആരാധകരുണ്ടായി. രണ്ടാമത്തെ കാരണം ശങ്കർ എന്നതാണ്. ബ്രഹ്മാണ്ഡ ചിത്രങ്ങൾക്ക് പേരുകേട്ട സംവിധായകൻ, പുതിയ സാങ്കേതിക വിദ്യകളെ സിനിമയിലേക്ക് ഉൾച്ചേർക്കുന്ന സിനിമാക്കാരൻ. കഥയ്ക്കപ്പുറം ഒരു സിനിമാ പഠിതാവിൻ്റെ പാഠപുസ്തകമാണ് ശങ്കർ ചിത്രങ്ങൾ. ഒരേ സമയം 3 ബ്രഹ്മാണ്ഡ ചിത്രങ്ങൾ സംവിധാനം ചെയ്തതിൻ്റെ പേരുകൂടിയാണ് ശങ്കർ എന്നത്. ഇന്ത്യൻ 2വിനൊപ്പം ഇന്ത്യൻ 3യും രാംചരനെ നായകനാക്കി ഗെയിം ചേഞ്ചറും അദ്ദേഹം ഒരുക്കി. ഒരു സെറ്റിൽ നിന്ന് അടുത്ത സെറ്റിലേക്ക് എല്ലാ ദിവസവും പോയി കാര്യങ്ങൾ മാനേജ് ചെയ്യുന്നത് പോലും കൂടെ ജോലി ചെയ്യുന്നവർക്ക് അത്ഭുതമായിരുന്നു. ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യാത്ത സംവിധായകനാണ് ശങ്കർ. ലോകത്തിലെ ഏറ്റവും മികച്ച ക്യാമറാമാന്മാരെയും ടെക്നീഷ്യന്മാരെയും ഉപയോഗിച്ചാണ് മറ്റു 2 സിനിമകളോടൊപ്പം അദ്ദേഹം ഇന്ത്യൻ 2 പൂർത്തിയാക്കിയത്. അതുപോലെ അഭിനേതാക്കളുടെ എണ്ണത്തിലും 1000 പേരിലധികമുള്ള സീനുകൾ നിരവധിയുണ്ട് ഇന്ത്യൻ 2വിൽ. വിട പറഞ്ഞുപോയ മനോബാല, വിവേക്, നെടുമുടി വേണു എന്നിവരെ AI സാങ്കേതിക വിദ്യയിൽ വീണ്ടും എത്തിക്കുന്നതാണ് മറ്റൊരു അത്ഭുതം. അതായത് തിയേറ്ററിൽ അനുഭവിക്കാനുള്ളതെല്ലാം ചിത്രത്തിൽ ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. ഇതിന് ആദ്യ ഭാഗം ഗാനങ്ങൾ കൊണ്ടും അതിൻ്റെ കൊറിയോഗ്രാഫ് കൊണ്ടും ശ്രദ്ധിക്കപ്പെട്ട ചിത്രമായിരുന്നു. AR റഹ്മാൻ ചിട്ടപ്പെടുത്തിയ ഗാനങ്ങൾ എല്ലാം വൻ ഹിറ്റായിരുന്നു. രണ്ടാം ഭാഗത്തിൽ മ്യൂസിക് കൊണ്ട് ഞെട്ടിക്കാൻ വരുന്നത് അനിരുദ്ധാണ്. 200 കോടിക്ക് മുകളിലാണ് ചിത്രത്തിൻ്റെ മുതൽ മുടക്ക്. അതായത് മുൻ ചിത്രങ്ങളെപ്പോലെ തിയേറ്ററിൽ വിസ്മയിപ്പിക്കാൻ തന്നെയാണ് ശങ്കർ ഒരുങ്ങിയിരിക്കുന്നത്. 15 കോടിയായിരുന്നു ആദ്യ ഭാഗത്തിൻ്റെ നിർമ്മാണ ചെലവ്. ചിത്രത്തിൻ്റെ മൂന്നാം ഭാഗത്തിൻ്റെ ഷൂട്ടും കഴിഞ്ഞിട്ടുണ്ട്. അതായത് ഇന്ത്യൻ 3 അടുത്ത വർഷം ആദ്യം തിയേറ്ററിലെത്തുമെന്ന് അണിയറ പ്രവർത്തകർ തന്നെ വെളിപ്പെടുത്തുന്നുണ്ട്. ഒപ്പം ഇന്ത്യൻ 4ൻ്റെ സാധ്യതയും കമൽ തള്ളിക്കളയുന്നില്ല. സൗത്ത് ഇന്ത്യയിൽ ഇപ്പോൾ നടക്കുന്നത് തെലുങ്ക് തമിഴ് യുദ്ധമാണ്. വൻ കുതിപ്പുമായി തിയേറ്ററിൽ തുടരുന്ന കൽക്കിയെ ഒന്ന് സൈഡാക്കാൻ ഉലകനായകന് ആവുമോ എന്നാണ് സിനിമാ പ്രേമികളുടെ ചർച്ച. ഇന്ത്യൻ 2വിൻ്റെ വരവ് അങ്ങനെയൊരു വരവാണ്. ചിത്രത്തിൻ്റെ അഡ്വാൻസ് ബുക്കിങ്ങിലും മികച്ച കുതിപ്പാണ് രേഖപ്പെടുത്തുന്നത്. തമിഴ്നാട്ടിലെ അഡ്വാൻസ് ടിക്കറ്റ് ബുക്കിങ്ങിൽ മാത്രം 2 കോടി കവിഞ്ഞു എന്നാണ് റിപ്പോർട്ട്. അതിനിടെ ചിത്രത്തിൻ്റെ തെലുങ്ക് പതിപ്പിൻ്റെ തിയേറ്റർ റൈറ്റ്സ് 24 കോടിക്ക് വിറ്റുപോയിട്ടുമുണ്ട്. ഇതാണ് പ്രഭാസ് ആരാധകരുടെ നെഞ്ചിടിപ്പ് കൂട്ടുന്നത്. ഭാരതിയുടു 2 എന്ന പേരിലാണ് ചിത്രം തെലുങ്കിലെത്തുക.